ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ കാണുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ, അവിടെ കാണുന്ന 3 പ്ലാസ്റ്റിക് ബോട്ടിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. ഒരു പൂക്കളൊക്കെ നട്ട് വെക്കാൻ വേണ്ടി ചെടിച്ചട്ടിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം കുറച്ച് പൂക്കളൊക്കെ ഇവിടെ നടാൻ വേണ്ടിയുണ്ട്, ചെടികളൊക്കെ നടാൻ വേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നടുകയും വേണം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ജസ്റ്റ് ഒന്ന് തൂക്കിയിടുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്ലാനിങ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സംഭവം എന്താണെന്ന് ആദ്യം പറയാം. ഈ 3 ബോട്ടിലുണ്ടല്ലോ, ഈ 3 പ്ലാസ്റ്റിക് ആണ് നമ്മൾ കളയാൻ വേണ്ടി വെച്ചിട്ട്. ഇപ്പം നമ്മൾ കളയാനും പറ്റത്തില്ലല്ലോ, പ്ലാസ്റ്റിക് കളയുന്നത് നിങ്ങൾ വരുന്നതല്ലേ. അപ്പം ഈ 3 ബോട്ടിൽസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യുക, കട്ട് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും തോന്നുന്നു. ഇതിൻ്റെ ജസ്റ്റ് നമ്മൾ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് ഒരു ചെടിച്ചട്ടി ആക്കാൻ വേണ്ടി പോവുകയാണ്. ചെടിച്ചട്ടി എന്ന് പറയത്തില്ല, ജസ്റ്റ് നമ്മൾ തൂക്കി ഇടുമല്ലോ ഇങ്ങനെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്, അപ്പം നമുക്ക് എത്ര പ്ലാസ്റ്റിക് ബോട്ടിൽ എത്ര വേണമെങ്കിലും എടുക്കാം, കയ്യിലുള്ള എല്ലാം എടുത്തോട്ടോ. അപ്പം ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തു, ഞാനിപ്പോൾ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ അക്രിലിക് കളേഴ്സ് എടുത്തു. പിന്നെ ഇതുപോലത്തെ ഒരു കത്തി എടുത്തിട്ടുണ്ട്. പിന്നെ കത്രിക വേണമെങ്കിൽ എടുത്തേരും. പിന്നെ ഒരു പേന ജസ്റ്റ് ഒന്ന് ആ ഒരു പോർഷൻ ജസ്റ്റ് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പഴയ ബ്രഷുകൾ ഇന്നലെ പെയിൻറ്റ് അടിച്ചിട്ട് വെച്ചാൽ കേട്ടോ. ഇതൊന്നും ഇങ്ങനെ വെക്കരുത്, നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം വെക്കാൻ. എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഞാനത് ക്ലീൻ ചെയ്യാറില്ല. അപ്പം അല്ലെങ്കിൽ നമ്മുടെ ബ്രഷുകളൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. എൻ്റെ അങ്ങനെ കുറേ ബ്രഷ് അങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതെല്ലാം ആദ്യം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ആദ്യം പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഒരെണ്ണത്തിന് റെഡ് കളറും ഒരെണ്ണം ബ്ലൂ, ഒരെണ്ണം ഒരു യെല്ലോ കളറുമാണ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് റെഡ് ഒന്ന് ബ്ലൂ ഒന്ന് യെല്ലോ കളറുമാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ബോട്ടിലും ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോർഷൻ നമ്മൾ കളയുന്നില്ല, കട്ട് ചെയ്ത് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ഈ 3 ബോട്ടിലും ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് വരച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വരും. ഞാനിപ്പോൾ ചുമ്മാ ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്യും. ആദ്യം നമുക്ക് റെഡ് കളർ പെയിൻറ്റ് ചെയ്യണം. പിന്നെ ഇത് എന്താണ് ബ്ലൂ, പിന്നെ യെല്ലോ, അത്രയും കളേഴ്സാണ് നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ കുറച്ച് പോൾ കാർഡ് പോലെ ഇടാനാണ് എൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെയിൻ്റ് ഒക്കെ ജസ്റ്റ് അടച്ചു വെക്കുകയാണെങ്കിൽ കട്ടിനെ തുറന്നിരുന്ന ഇത് കട്ടി പിടിക്കും. കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻ്റ് എല്ലാം അടച്ചു വെക്കുകയാണ്. ഇങ്ങനെ കുറേ ഇങ്ങനെ തുറന്നിരുന്ന എൻ്റെ കുറേ പെയിൻറ്റുകൾ അങ്ങനെ പോയി. അപ്പം നമുക്ക് ജസ്റ്റ് എല്ലാം അടച്ചു വെച്ചിട്ട് നമുക്ക് വൈറ്റ് പെയിൻറ്റ് മാത്രം മതി. ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പെയിൻറ്റ് എടുക്കാം. ആദ്യം നമുക്കിതെല്ലാം നല്ല രീതിയിലൊന്ന് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റാം. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് നമ്മുടെ യെല്ലോയ നല്ല രീതിയിൽ ഉണങ്ങണം കേട്ടോ, നമ്മുടെ റെഡ്. പിന്നെ നമ്മുടെ പേപ്പറെ വെച്ചോണ്ട് കേട്ടോ ബ്ലൂ. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു ഡോട്ട് ഐഡിയയാണ്. നമുക്ക് എന്തെങ്കിലും കൈകൊണ്ട് ചെയ്യാം, ഡോട്ട് ഇടാം. അല്ലെങ്കിൽ ഈ ബഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതും ഇല്ലെങ്കിൽ പേനയോ പെൻസിലോ അതിൻ്റെ ഏതെങ്കിലും അടിവശം കൊണ്ട് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പേനയൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് ഇതുപോലെ പൊട്ട് പോലെ ഇങ്ങനെ കൊടുത്താൽ മതി. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതൊന്ന് നമുക്കൊന്ന് എന്താ ചെയ്യേണ്ടേ, ഇതൊന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചാക്ക് കയർ എടുക്കാം, അല്ലെങ്കിൽ കമ്പിളി നൂലുണ്ടല്ലോ, കമ്പിളി നൂലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ കമ്പിളി നൂലാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്കതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളത്. ഞാൻ എളുപ്പപരിപാടി മാത്രമേ നോക്കത്തുള്ളൂ. അപ്പം ഒന്നെങ്കിൽ നമുക്ക് ചാക്ക് എടുക്കാം. ചാക്ക് കയർ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡിസൈനൊക്കെ കിട്ടും, ഒരു എത്നിക് ലുക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പം ജസ്റ്റ് നമ്മളിതൊന്ന് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കാൻ ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ എങ്ങനെയാണ്? അപ്പം ഏകദേശം മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് കെട്ടി നോക്കാം. ഇനി കെട്ടുന്ന കാര്യമാണ് പാട്. പപ്പ ഉണ്ടായിരുന്നെങ്കിൽ കെട്ടി തന്നെ നമുക്ക് തന്നെ ഒന്ന് കെട്ടി നോക്കാം. അപ്പം ഞാൻ ഈ
എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ കമ്പിളി നൂലാണ് എടുത്തിരിക്കുന്നത്. ഈ കമ്പിളി നൂല് വെച്ചിട്ട് ഒന്നെങ്കിൽ കമ്പിളി നൂല് അല്ലെങ്കിൽ ചരടാണെങ്കിലും കുഴപ്പമില്ല, നല്ല കട്ടിയുള്ള ചരട് കിട്ടില്ല, അതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ കമ്പിളി നൂല് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ നമ്മുടെ അടപ്പിൻ്റെ അവിടെ വെച്ചാണ് കെട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് ഷേപ്പിൽ കിടക്കാൻ വേണ്ടി ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഈ ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. എങ്ങനെയൊക്കെയോ ഞാനത് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പെയിൻറ്റ് കയ്യിലൊക്കെ ആയിട്ട്, കാരണം പെയിൻറ്റൊന്നും അധികം ഒണങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ അതിന് മുന്നേ അങ്ങ് കാണിച്ചതാണ്. ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ഇങ്ങനെങ്ങാണ്ടാകുമെന്ന് ഇരിക്കേണ്ടതെന്ന് തോന്നി, ഞാനത് തിരിച്ചാണ് വെച്ചത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി അത്യാവശ്യ സാധനം ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ടയ്ക്കോട്ടായിരുന്നു ഇരിക്കേണ്ടത് എനിക്ക് തോന്നുന്നു. അമ്മയത് തന്നെ പറഞ്ഞത് മണ്ടയ്ക്കോട്ടായിരിക്കേണ്ടത്. ഇത് കെട്ടിയപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ മണ്ടവശം വേണം, തുറന്നിരിക്കുന്നത് മുകളിൽ വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പണി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറേ ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല രസമല്ലേ കാണാനായിട്ട്? സൂപ്പർ അല്ലേ നമ്മുടെ പണി എന്ന് പറഞ്ഞേക്കുന്നത്? വളരെ സിമ്പിളാണ്. ആകെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, കുറച്ച് കളേഴ്സ് എടുക്കുക, ഇഷ്ടപ്പെട്ട കളേഴ്സ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ കുറച്ച് നടക്കും ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെടിച്ചട്ടി പോലെ നാക്കിയെടുത്താൽ മതി. അത്ര വൃത്തിയൊന്നും ആയിട്ടില്ല എൻ്റെ വർക്ക് വന്നപ്പോൾ. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആകുമ്പോൾ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു.